ഓൾ ഓഫ് യു വെൽക്കം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫൈനൈറ്റ് സീരീസിലെ സെക്കൻഡ് ക്ലാസ് ആണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇൻഫൈനൈറ്റ് സീരീസ് എന്നൊക്കെ പറഞ്ഞു. സോ ഇന്ന് നമ്മൾ ഇൻഫൈനൈറ്റ് സീരീസിലുള്ള കുറച്ച് തിയറംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തിയറംസ് ഓൺ കൺവേർജൻസ്. ഫസ്റ്റ് വൺ, ഇഫ് സീരീസ് എ കെ ആൻഡ് സീരീസ് ബി കെ കൺവേർജ് and the series AK converges to the value capital A and the series BK converges to the value capital B. Then the series AK plus BK converges and the value of the series AK plus BK എന്ന് പറയുന്നത് A plus B ആണ്. ഇതിനെ നമ്മൾ സം റൂൾ എന്ന് പറയും. Similarly, the series C into AK where C is any real number converges and series C into AK is equal to C into series AK which is equal to C into A. സോ രണ്ട് സീരീസുകൾ കൺവേർജസ് ആണെങ്കിൽ അതിൻ്റെ സമ്മേഷനും കൺവേർജ് ചെയ്യും. അതുപോലെ അതിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളും എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. അതാണ് ഈ തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഈ തിയറത്തിൻ്റെ റിമാർക്ക് നോക്കാം. Every non-zero multiple of a divergent series is diverges. That means ഒരു ഡൈവേർജൻറ്റ് സീരീസിനെ നമ്മൾ ഏതൊരു നോൺ സീറോ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലും അതെന്തായിരിക്കും? അത് ഡൈവേർജൻ്റ് ആയിരിക്കും. Then next, if series AN converges and series BN diverges, then the summation of series AN plus BN and സീരീസ് AN മൈനസ് BN രണ്ടും എന്തായിരിക്കും? ഡൈവേർജ് ചെയ്യും. ദാറ്റ് മീൻസ് ഒരു സീരീസ് കൺവേർജൻറ്റും മറ്റൊരു സീരീസ് ഡൈവേർജൻറ്റും ആണെങ്കിൽ അതിൻ്റെ സമ്മേഷനും അതുപോലെ ഡിഫറൻസ് എന്ന് പറയുന്നതും എന്തായിരിക്കും? ഡൈവേർജ് ചെയ്യും. ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ ഇൻഫൈനൈറ്റ് സീരീസിൽ ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ nth ടേം എന്ന് പറയുന്നത് സീറോയിലേക്ക് കൺവേർജ് ചെയ്യും. ഇതിനെ നമ്മൾ nth ടേം ടെസ്റ്റ് എന്ന് പറയും. സോ നെക്സ്റ്റ് തിയറം, nth ടേം ടെസ്റ്റ്. ഇഫ് സീരീസ് AN കൺവേർജസ് then ലിമിറ്റ് n tends to infinity AN is equal to 0. ദാറ്റ് മീൻസ് ഏതൊരു കൺവേർജൻറ്റ് സീരീസിൻ്റെയും nth ടേം 0 ആയിരിക്കും. അതായത് nth ടേം 0 എന്നല്ല, nth ടേമിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും. ഓക്കെ. ദെൻ ഇതിൻ്റെ പ്രൂഫ് നോക്കാം. ലെറ്റ് Sn denote the nth partial sum of the given series. Then Sn is equal to എന്തായിരിക്കും? A1 plus A2 plus etc plus AN. സോ ഇതിൽ നിന്നും നമുക്ക് എന്ത് പറയാം? AN എന്ന് പറഞ്ഞാൽ എന്താണ്? Snൽ നിന്നും Sn-1 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് AN എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ സീരീസ് AN കൺവേർജൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ സീരീസ് AN കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ പാർഷ്യൽ സമ്മായ Snൻ്റെ സീക്വൻസും എന്തായിരിക്കും? കൺവേർജ് ചെയ്യും. ദാറ്റ് മീൻസ് അതിനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത്. ദ സീക്വൻസ് Sn ഈസ് കൺവേർജൻ്റ്. Then let limit n tends to infinity Sn is equal to S. ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ അതിനൊരു ഫൈനൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അതാണ് S എന്നെടുക്കുന്നു. Then from equation 1, limit n tends to infinity AN is equal to limit n tends to infinity AN പകരം നമുക്ക് എന്ത് എഴുതാം? Sn minus Sn-1. സോ ഈ ലിമിറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity Sn മൈനസ് ലിമിറ്റ് n tends to infinity Sn-1. സോ നമുക്കറിയാം ലിമിറ്റ് n tends to infinity Sn എന്താണ്? S ആണ്. സോ ലിമിറ്റ് n tends to infinity Sn-1 എന്ത് തന്നെയായിരിക്കും? S ആയിരിക്കും. സോ S minus S is equal to 0. That means the limit n tends to infinity AN is equal to 0 if the series AN converges. സീരീസ് AN കൺവേർജ് ചെയ്യുകയാണെങ്കിൽ nth ടേമിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഏതൊരു കൺവേർജൻറ്റ് സീരീസിലും ഈ ഒരു nth ടേം എന്നത് n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ nth ടേം എന്തായിരിക്കും? 0യിലേക്ക് കൺവേർജ് ചെയ്യും. ദാറ്റ് മീൻസ് ഇതിൽ നിന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും? nth ടേം 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ ആ സീരീസ് എന്ത് ചെയ്യില്ല? കൺവേർജ് ചെയ്യില്ല.
ദാറ്റ് മീൻസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എന്നിൻ്റെ വാല്യൂ നമുക്ക് 0 അല്ല കിട്ടുന്നത്, വേറെ ഏതെങ്കിലും വാല്യൂസ് ആണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സീരീസ് എ എൻ എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ സീരീസ് n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ ഡൈവേർജസ്. ഈ എ എന്നിൻ്റെ ലിമിറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ സീരീസ് എന്തായിരിക്കും? ഡൈവേർജ് ചെയ്യും. സോ ഒരു സീരീസ് ഡൈവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നോക്കിയാൽ മതി. nth ടേം ടെസ്റ്റ് പ്രകാരം nth ടേം 0ലേക്ക് പോകുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയാം. പക്ഷേ nth ടേം 0 കിട്ടുന്നു എന്ന് വെച്ചിട്ട് അത് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. എല്ലാ nth ടേമിൻ്റെ ലിമിറ്റും 0 ആണെന്ന് വിചാരിച്ച് അത് കൺവേർജൻ്റ് എന്ന് പറയാൻ പറ്റില്ല. സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ചില കേസിൽ അങ്ങനെ കൺവേർജ് ചെയ്യാത്തതുമുണ്ട്. സോ ഈ nth ടേം ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നെസസറി ആണ്, പക്ഷേ ഇതെന്തല്ല? സഫിഷ്യൻ്റ് കണ്ടീഷൻ അല്ല, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ അല്ല. സോ നമുക്ക് ഡൈവേർജൻസിൻ്റെ കേസിലുള്ള എക്സാമ്പിൾ നോക്കാം. സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഐ സ്ക്വയർ, ഇതാണ് നമ്മുടെ സീരീസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ nth ടേം എന്ന് പറയുന്നത് ഐ സ്ക്വയർ ആണ് വരിക, അതായത് ith ടേം എന്ന് പറയുന്നത്. സോ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ഐ സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സോ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഈ സീരീസ് എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്യുന്നു. Similarly, next example, summation n is equal to 1 to infinity n plus 1 divided by n. ഇതാണ് നമ്മുടെ സീരീസ്. ഇതിൻ്റെ nth ടേം എന്ന് പറയുന്നത് എന്താണ്? n plus 1 by n ആണ്. അതിൻ്റെ ലിമിറ്റ് നോക്കാം. ലിമിറ്റ് n tends to infinity a n which is equal to ലിമിറ്റ് n tends to infinity n plus 1 divided by n. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? n by n which is 1 then plus 1 by n. സോ ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 by n-ൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ ഇതിന് ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ nth ടേം ടെസ്റ്റ് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഈ സീരീസ് ഡൈവേർജ് ചെയ്യുന്നു. ഓക്കെ, സിമിലർലി തേർഡ് എക്സാമ്പിൾ, സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1 ഓൾ റേസ് ടു n പ്ലസ് 1. ഈ സീരീസ് ഡൈവേർജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അതിൻ്റെ nth ടേമിൻ്റെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് 1 ഓൾ റേസ് ടു n പ്ലസ് 1 ആണ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? എന്നിൻ്റെ വാല്യൂ ഓഡ് ആകുമ്പോൾ നമുക്ക് എ എൻ എന്ന് പറയുന്നത് എന്താ കിട്ടുക? പ്ലസ് 1 ആണ് കിട്ടുക. എന്നിൻ്റെ വാല്യൂ ഈവൻ ആകുമ്പോൾ ഈ എ എന്ന് പറയുന്നത് മൈനസ് 1 ആണ് കിട്ടുക. സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. സോ ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഈ സീരീസ് ഡൈവേർജ് ചെയ്യുന്നു. സോ നമ്മുടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 വരികയോ ചെയ്യുന്ന കേസിൽ നമുക്ക് എന്ത് പറയാം? ഈ സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് ഒരു nth ടേമിൻ്റെ ലിമിറ്റ് 0 കിട്ടി എന്ന് വിചാരിച്ച് ആ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി സം ഓഫ് ദി ഫോളോയിങ് സീരീസ്. ഇവിടെ 2 സീരീസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 2 റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 റേസ് ടു n. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഐൻ്റെ ടേംസിലാണ് തന്നത്. സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 3 റേസ് ടു ഐ മൈനസ് 2 റേസ് ടു ഐ ഡിവൈഡഡ് ബൈ 6 റേസ് ടു ഐ. സോ നമുക്ക് ഫസ്റ്റ് വൺ എടുത്തു ചെയ്യാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 2 റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 റേസ് ടു n. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 2 റേസ് ടു n ഡിവൈഡഡ് ബൈ 3 റേസ് ടു n മൈനസ് 1 ബൈ 3 റേസ് ടു n. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി, ഇവിടെ 2 റേസ് ടു n ബൈ 3 റേസ് ടു n എന്നാണുള്ളത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ബൈ 3 ഓൾ റേസ് ടു n എന്ന് എഴുതാമല്ലോ. അപ്പോൾ 2 ബൈ 3 ഓൾ റേസ് ടു n മൈനസ്
ഇവിടെ 1/3 ആണ്. ഇതിനെയും നമുക്ക് എങ്ങനെ എഴുതാം? 1 എന്ന് എഴുതിയാലും 1 എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. സോ ഇതിനെ നമുക്ക് 1/3 ആയിട്ട് എഴുതാം. സോ നമുക്കിവിടെ രണ്ട് സീരീസ് കിട്ടി. ഏതൊക്കെയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity 2/3 മൈനസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 to infinity 1/3 ഈ രണ്ട് സീരീസുകൾ നോക്കൂ. ഈ ഫസ്റ്റ് സീരീസ് നോക്കൂ, ഇതെന്ത് സീരീസാണ്? ജോമെട്രിക് സീരീസാണ്. അതുപോലെ തന്നെ ഈ സീരീസും എന്ത് തന്നെയാണ്? ജോമെട്രിക് സീരീസാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ബോത്ത് ദ സീരീസ് summation n is equal to 1 to infinity 2/3 and summation n is equal to 1 to infinity 1/3 are geometric series. സോ ജോമെട്രിക് സീരീസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എപ്പോഴാണ് അത് കൺവേർജ് ആകുന്നത് എന്നതിനെക്കുറിച്ച്. മോഡ് r <1 ആകുമ്പോൾ, ദാറ്റ് മീൻസ് കോമൺ റേഷ്യോ <1 ആകുമ്പോഴാണ് ജോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരുന്നു? a/1 - r. സോ ഇവിടെ നമ്മുടെ ഈ ഒരു സീരീസിൽ ഇതിൻ്റെ a എന്ന് പറയുന്നത് എന്താണ്? ഈ സീരീസിൽ a എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 2/3 ആണ്. n = 1 കൊടുത്താൽ നമുക്ക് 2/3 ആണ് കിട്ടുക. സോ ഈ സീരീസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2/3 ആണ്. അതുപോലെ കോമൺ റേഷ്യോയും എന്ത് തന്നെയാണ്? 2/3 ആണ്. വിച്ച് ഈസ് എന്താണ്? 2/3 എന്ന് പറയുന്നത് വിച്ച് ഈസ് <1 ആണ്. സോ ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട്. സിമിലർലി ദിസ് സീരീസ്, ഇതിലും n = 1 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം 1/3 ആയിട്ട് കിട്ടും. സോ a എന്ന് പറയുന്നത് 1/3 ആണ്. കൂടാതെ കോമൺ റേഷ്യോയും എന്ത് തന്നെയാണ്? 1/3 ആണ്. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്മോൾ r. ഓക്കെ, സോ ഈ 1/3 എന്ന് പറയുന്നത് <1 ആണ്. സോ ഈ സീരീസും കൺവേർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സമ്മേഷൻ n is equal to 1 to infinity 2n - 1/3 ഇതിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി? സമ്മേഷൻ n is equal to 1 to infinity 2/3 മൈനസ് സമ്മേഷൻ n is equal to 1 to infinity 1/3 എന്നാക്കി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ റേഷ്യോ <1 ആയതുകൊണ്ട് രണ്ട് സീരീസും കൺവേർജൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് എഴുതാട്ടോ. സോ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് കൺവേർജൻ്റ് ആണ്, ഇതിൻ്റെ മോഡുലസ് കോമൺ റേഷ്യോയുടെ മോഡുലസ് വാല്യൂ <1 ആണ്. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2/3 ഇതാണ് a എന്ന് പറയുന്നത്. a/1 - r എന്നാണ് വരിക. a/1 - r. സോ a/1 - r 2/3 തന്നെയാണ്. മൈനസ് സിമിലർലി ഇതിൻ്റേത് എന്ത് വരും? 1/3 1 - 1/3. സോ ഇതിൻ്റെ വാല്യൂ കാണണം. വിച്ച് ഈസ് ഈക്വൽ ടു 2/3 / 1 - 2/3. ഈ 1 - 2/3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 × 3 - 2 വിച്ച് ഈസ് 1/3 എന്ന് വരും. സോ 1/3 ഡിനോമിനേറ്ററിലാണുള്ളത്. അപ്പോൾ അത് ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ എന്താകും? 3 വരും. സോ 3 × 2/3 മൈനസ് ഇവിടെ 1 - 1/3 വിച്ച് ഈസ് എന്താ കിട്ടുക? 2/3 എന്ന് വരും. സോ അതിന് ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 3/2 × 1/3. സോ ഇവിടെ 3 ഉം 3 ഉം ക്യാൻസൽ ചെയ്ത് പോകും. സിമിലർലി ഇവിടെയും 3 ഉം 3 ഉം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 2 - 1/2 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 3/2. സോ നമ്മുടെ ഫസ്റ്റ് സീരീസിൻ്റെ വാല്യൂ, ഫസ്റ്റ് സീരീസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? 3/2 ആണ്. സോ ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് സീരീസായ സീരീസ് i = 0 to infinity 3i - 2i/6i. ഇതും നിങ്ങൾക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് രണ്ട് ജോമെട്രിക് സീരീസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. സോ അതിൻ്റെ വാല്യൂ, അതിൻ്റെ കോമൺ റേഷ്യോ <1 ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇപ്പോൾ ചെയ്ത പ്രോബ്ലം പോലെ സീരീസിൻ്റെ സമ്മ് കണ്ടെത്താൻ സാധിക്കും. സോ ഈ ക്വസ്റ്റ്യന് ആൻസർ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഫോളോയിങ് സീരീസ് ഡൈവേർജസ്. സീരീസ് എന്ന് പറയുന്നത് എന്താ?
1 1/2 plus 3 3/4 plus 7 7/8 plus 15 15/16 plus എക്സെട്ര. ഇതാണ് നമ്മുടെ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡൈവേർജസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ നമ്മുടെ സീരീസിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 1/2 പ്ലസ് 3 3/4 പ്ലസ് 7 7/8 പ്ലസ് 15 15/16 പ്ലസ് എക്സെട്ര വിച്ച് ഈസ് ഈക്വൽ ടു ഈ 1 1/2 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 1/2 എന്ന് വെച്ചാൽ എന്താ? 1.5 എന്നുള്ള ആ ഒരു വാല്യൂ അല്ലേ. സോ ഇതിനെ നമുക്ക് 2 - 1/2 എന്ന് എഴുതാലോ. ഫസ്റ്റ് ടേമിനെ 1 1/2 എന്നതിനെ 2 - 1/2 എന്ന് എഴുതി. അതുപോലെ 3 3/4 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് പ്ലസ് 4 - 1/4 അല്ലേ. 4 - 1/4 അല്ലേ അത് വരിക. സിമിലർലി 7 × 7/8 നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് 8 - 1/8 പ്ലസ് 15 15/16 നമുക്ക് എങ്ങനെ എഴുതാം? 16 - 1/16 പ്ലസ് എക്സെട്ര. ഓക്കെ, സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ I is equal to 1 to infinity. ഇവിടെ നോക്കൂ നിങ്ങൾ, 2 + 4 + 8 + 16 പ്ലസ് നെക്സ്റ്റ് എന്ത് വരും? 32 പ്ലസ് അങ്ങനെ ഒരു സീരീസ് പോകുന്നുണ്ട്. സോ ഇതിനെല്ലാം എന്താണ്? 2ൻ്റെ പവേഴ്സാണ്. ഇത് 2⁻1 ആണ്, ഇത് 2² ആണ്, ഇത് 2³ ആണ്, ഇത് 2⁴ ആണ്, നെക്സ്റ്റ് 2⁵ അങ്ങനെ പറഞ്ഞിട്ടൊരു ടേംസ് പോകുന്നുണ്ട്. സോ നമുക്കതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 2⁻I ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ 1/2 വന്നു, -1/2 വന്നു, -1/4 വന്നു, -1/8 വന്നു, -1/16 വന്നു, ആ രീതിയിൽ പോകുന്നു. സോ ഇതിനെ നമുക്ക് 1/2², 1/2, 1/2², 1/2³ 1/2⁴ ഇങ്ങനെ എഴുതാലോ. സോ -1/2I എന്ന് എഴുതാലോ ഈ സീരീസിന്. സോ വിച്ച് ഈസ് ഈക്വൽ ടു summation I is equal to 1 to infinity 2⁻I minus 1/2 all raised to I. 1/2 നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 all raised to I എന്ന് എഴുതാലോ. ഓക്കെ, സോ നമുക്കറിയാം സീരീസ് I is equal to 1 to infinity 1/2 all raised to I. ഇതെന്താണ്? ഒരു ജോമെട്രിക് സീരീസ് ആണ്. which is a geometric series. With ratio എന്താണ്? With ratio 1/2 which is less than 1. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണ്, അത് ലെസ് ദാൻ 1 ആണ്. ഇത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഈ സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഹെൻസ് the series I is equal to 1 to infinity 1/2 all raised to I converges. ഇതൊരു കൺവേർജൻസ് സീക്വൻസ് ആണ്. നമുക്കറിയാം രണ്ട് കൺവേർജൻസ് സീക്വൻസുകളുടെ സമ്മേഷനും എന്ത് തന്നെയായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഈ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഈ സീരീസിനോട് ഈ സീരീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സീരീസ് എന്ത് ചെയ്യണം? കൺവേർജ് ചെയ്യണം. രണ്ട് കൺവേർജൻറ്റ് സീക്വൻസുകളുടെ സമ്മേഷൻ എന്താണ്? കൺവേർജൻ്റ് ആയിരിക്കുമല്ലോ. സോ ഈ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ഇതിനോട് ഈ കൺവേർജൻറ്റ് സീരീസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സീരീസും കൺവേർജ് ചെയ്യണം. സോ ആ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് മീൻസ് ഈ സീരീസിനോട് സീരീസ് I is equal to 1 to infinity 2⁻I minus 1/2 all raised to I plus summation I is equal to 1 to infinity 1/2 all raised to I. ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട്, ഇതും കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ സമ്മേഷനും എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. സോ ഇതിൻ്റെ സമ്മേഷൻ കാണുന്നു, വിച്ച് ഈസ് സമ്മേഷൻ I is equal to 1 to infinity. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻I minus 1/2 all raised to I
plus 1/2 all raised to I. സോ ഇവിടെ -1/2 all raised to iയും ഇവിടെ 1/2 all raised to i ഉണ്ട്. രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? സമ്മേഷൻ I is equal to 1 to infinity 2 raised to I. ഇതും എന്ത് തന്നെയാണ്? ഒരു ജോമെട്രിക് സീരീസ് ആണ്. which is a geometric series with common ratio എന്താണ്? with common ratio or ratio 2 which is less than 1 ആണോ? അല്ല, which is greater than 1. അപ്പോൾ റേഷ്യോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. സോ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഹെൻസ് ദ ജോമെട്രിക് സീരീസ്, ഈ ജോമെട്രിക് സീരീസ് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. കോമൺ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ എന്താകും? ഇത് ഡൈവേർജൻ സീരീസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹെൻസ് സമ്മേഷൻ I is equal to 1 to infinity 2 raised to I divergent. That means not convergent, converge ചെയ്യുന്നില്ല. അപ്പോൾ ഈ സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് കിട്ടി. സോ ഈ സീരീസ് കൺവേർജൻ്റ് ആയിരുന്നു എങ്കിൽ ഈ സമ്മേഷൻ കിട്ടുന്ന സീരീസ് എന്തായിരിക്കും? കൺവേർജ് ചെയ്യും. സോ ഈ സീരീസ് കൺവേർജ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. Therefore, the series summation I is equal to 1 to infinity 2 raised to I minus 1/2 all raised to I cannot be convergent. Cannot be convergent. Hence, the given series എന്ന് പറഞ്ഞാൽ ഈ സീരീസ് തന്നെ, given series divergent. സോ നമ്മുടെ given series ഡൈവേർജ് ചെയ്യുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Next question, show that the series 1 plus 2 plus 3 plus 4 plus 1/4 plus 1/4 square plus 1/4 cube plus etc. is convergent and find its sum. അപ്പോൾ ഈ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുകയും വേണം, ഇതിൻ്റെ സമ്മ് കണ്ടെത്തുകയും വേണം. സോ നമുക്ക് ഈ സീരീസ് എടുത്ത് എഴുതാം. 1 plus 2 plus 3 plus 4 plus 1/4 plus 1/4 square plus 1/4 cube plus 1/4 raised to 4 plus etc. which is equal to, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 plus 2 plus 3 plus 4 plus 1/4 plus ഈ 1/4 സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 ഓൾ സ്ക്വയർ എന്ന് എഴുതാലോ, പ്ലസ് 1/4 ഓൾ ക്യൂബ് പ്ലസ് എക്സെട്ര. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 plus 2 plus 3 plus 4 പ്ലസ് ഇവിടുന്ന് എങ്ങോട്ട് ഇങ്ങനെ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോവാണ്. സോ ഇതിനെ നമുക്കൊരു സീരീസ് ആയിട്ട് എഴുതാലോ. വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ I is equal to 1 to infinity 1/4 all raised to I. ഓക്കെ, അപ്പോൾ I is equal to 1 കൊടുക്കുമ്പോൾ 1/4 കിട്ടും. I is equal to 2 കൊടുക്കുമ്പോൾ നമുക്ക് 1/4 ഓൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഇതെന്താണ്? ഒരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് കോമൺ റേഷ്യോ 1/4. നമുക്കെന്ത് പറയാം? സീരീസ് I is equal to 1 to infinity 1/4 all raised to I is a geometric series. It's a geometric series with A is equal to 1/4. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ആൻഡ് R is equal to 1/4 which is less than 1. Rൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. സോ ഈ സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഹെൻസ് the series I is equal to 1 to infinity 1/4 all raised to I converges and its sum is, അതിൻ്റെ സം എന്ത് വരും? ഈ സീരീസിൻ്റെ സമ്മ്
summation I is equal to 1 to infinity 1 by 4 all raised to I is equal to അവിടെ ഏത് ഇക്വേഷൻ വരും? a by 1 minus r എന്ന് വരും. So which is equal to a is 1 by 4 divided by 1 minus 1 by 4. 1 minus 1 by 4 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 3 by 4. അതിന് ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ 4 by 3 into 1 by 4. 4 ക്യാൻസൽ ചെയ്തിട്ട് 1 by 3 എന്ന് കിട്ടും. സോ ഈ സീരീസിൻ്റെ സമ്മ് 1 by 3 ആണ്. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ 1 + 2 + 3 + എക്സെട്ര 1 + 2 + 3 + 4 + ഈ സീരീസിൻ്റെ സമ്മ്. ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് തന്നിരിക്കുന്ന സീരീസും എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. സോ നമുക്ക് എന്ത് പറയാം? Therefore the given series is convergent and its sum is, അതിൻ്റെ സം എന്ത് വരും? 1 + 2 + 3 + 4 + 1 by 4 + 1 by 4 square + 1 by 4 cube + etc. is equal to 1 + 2 + 3 + 4 plus summation I is equal to 1 to infinity 1 by 4 all raised to I. ഈ സീരീസിൻ്റെ സമ്മ് നമ്മൾ കണ്ടെത്തി. അതെന്താണ്? 1 by 3 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 + 2 + 3 + 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? വിച്ച് ഈസ് 10. സോ 10 + 1 by 3 വിച്ച് ഈസ് ഈക്വൽ ടു 31 by 3. സോ ഈ സീരീസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 31 by 3 ആണ്. ഈ സീരീസ് കൺവേർജ് ചെയ്യുകയും ചെയ്യുന്നു. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ഷോ ദാറ്റ് summation n is equal to 1 to infinity 1 by n is equal to 1 plus 1 by 2 plus 1 by 3 plus etc. plus 1 by n plus etc. diverges. ഈ സീരീസിനെ നമ്മൾ പറയുന്ന പേരാണ് ഹാർമോണിക് സീരീസ് എന്ന് പറയുന്നത്. അതായത് സീരീസ് 1 by n-നെ നമ്മൾ ഹാർമോണിക് സീരീസ് എന്ന് പറയുന്നു. സോ ഈ സീരീസ് ഡൈവേർജ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇത് nth ടേം ടെസ്റ്റ് പ്രകാരം ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമെന്ന് നോക്കാം. ദാറ്റ് മീൻസ് ഇതിൻ്റെ nth ടേം 0ലേക്ക് അല്ല അതിൻ്റെ ലിമിറ്റ് പോകുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയാം. സോ ബൈ nth ടേം ടെസ്റ്റ് ലിമിറ്റ് n tends to infinity an, that means limit n tends to infinity 1 by n is equal to എന്ത് വരും? ഇവിടെ 0 കിട്ടുന്നു. സോ 0 കിട്ടുന്നത് കൊണ്ട് നമുക്ക് nth ടേം ടെസ്റ്റ് പ്രകാരം ഇത് ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ എന്താ? 0 കിട്ടിക്കഴിഞ്ഞാൽ നോൺ 0 ആണെങ്കിൽ നമുക്ക് ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയാമായിരുന്നു. അപ്പോൾ ഇവിടെ 0 കിട്ടിക്കഴിഞ്ഞാൽ ഡൈവേർജ് ചെയ്യുന്നു എന്നോ കൺവേർജ് ചെയ്യുന്നു എന്നോ നമുക്ക് ബൈ nth ടേം ടെസ്റ്റ് പ്രകാരം പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹെൻസ് ദി nth ടേം ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് nth ടേം ടെസ്റ്റ് പ്രകാരം ഒരു കൺക്ലൂഷൻ പറയാൻ പറ്റില്ല. സോ നമ്മൾ ഈ സീരീസിനെ ഒന്ന് മാറ്റി എഴുതുന്നു. അതായത് ഇതിൻ്റെ കുറച്ച് ടേംസ് എല്ലാം ഗ്രൂപ്പ് ആക്കിക്കൊണ്ട് എഴുതുന്നു. That means let us group the terms of the series. As എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? 1 plus 1 by 2 plus 1 by 3 plus 1 by 4 plus 1 by 5 പ്ലസ് 1 by 6 ഇങ്ങനെയാണല്ലോ ഇതിൽ എന്ത് വരിക? ടേംസ് വരിക അല്ലേ? പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. സോ നമ്മളിവിടെ 1 by 3-നെയും 1 by 4-നെയും ഒരു ഗ്രൂപ്പ് ആക്കുന്നു. 1 by 2 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ദെൻ 1 by 3 plus 1 by 4 മറ്റൊരു ഗ്രൂപ്പ്, ദെൻ നെക്സ്റ്റ് 4 ടേംസിനെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ 8 ടേംസിനെയാണ് ഒരു ഗ്രൂപ്പ് ആക്കുന്നത്. ദാറ്റ് മീൻസ് 1 by 9 പ്ലസ് 1 by 10 പ്ലസ് എക്സെട്ര പ്ലസ്
1/16 വരെ ഉള്ളതിനെ നമ്മൾ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നു, പ്ലസ് എക്സെട്ര. ഇങ്ങനെയാണല്ലോ ഈ സീരീസിലെ ടേംസ് പോകുക. സോ നമ്മൾ ഈ ഫസ്റ്റ് ഗ്രൂപ്പാക്കി എലമെൻ്റ് എടുക്കുന്നു. 1/3 പ്ലസ് 1/4. നമുക്കറിയാലോ 1/3 ആണോ 1/4 ആണോ വലുത്? അതായത് 1/3 ഈസ് ഗ്രേറ്റർ ദാൻ 1/4 ആണല്ലോ. ഓക്കെ, സോ ഈ 1/3ക്ക് പകരം നമ്മൾ ഇവിടെ 1/4 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. സോ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/4 പ്ലസ് 1/4. 1/4 പ്ലസ് 1/4 എന്ന് വെച്ചാൽ എത്രയാണ്? 2/4 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. സോ ഈ ബ്രേക്കിലുള്ള ഈ ഗ്രൂപ്പിൻ്റെ ടേംസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/2 എന്ന് കിട്ടി. സോ നെക്സ്റ്റ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത ഈ 4 എലമെൻറ്റ്സ് എടുക്കുന്നു. അതായത് the sum of next 4 terms, that is 2 square terms. അതെന്താണ്? 1/5 പ്ലസ് 1/6 പ്ലസ് 1/7 പ്ലസ് 1/8. സോ ഇതിലെ എല്ലാ എലമെൻറ്റും 1/6, 1/5, 1/7 ഇതെല്ലാം ഗ്രേറ്റർ ദാൻ 1/8 ആണല്ലോ. സോ ഈ 3 എലമെൻറ്റ്സിനെ നമ്മൾ 1/8 കൊണ്ട് മാറ്റി എഴുതുന്നു. സോ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/8 പ്ലസ് 1/8 പ്ലസ് 1/8 പ്ലസ് 1/8. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 4/8. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2. സോ ഈ 4 എലമെൻറ്റ്സിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് എന്ത് വരുന്നു? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/2 എന്ന് കിട്ടുന്നു. സോ ഇനി നമ്മൾ നെക്സ്റ്റ് 8 എലമെൻറ്റ്സിൻ്റെ സമ്മ് നോക്കുന്നു. ദ സം ഓഫ് നെക്സ്റ്റ് 8 elements, 8 terms. That means 8നെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 2�3 terms. 2ൻ്റെ പവേഴ്സിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 1/9 പ്ലസ് 1/10 പ്ലസ് എക്സെട്ര പ്ലസ് 1/16 ആണ്. സോ ഇതിൽ ഓരോ ടേമിനെയും നമ്മൾ 1/16 കമ്പയർ ചെയ്യുന്നു. സോ 1/9 ഈസ് ഗ്രേറ്റർ ദാൻ 1/16, 1/10 ഈസ് ഗ്രേറ്റർ ദാൻ 1/16. സോ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/16 പ്ലസ് 1/16 പ്ലസ് എക്സെട്ര പ്ലസ് 1/16. സോ എത്ര ടൈംസ് 1/16 ഉണ്ട്? 8 ടൈംസ്. സോ 8/16 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1/2. സോ ഇതിൻ്റെ സമ്മും ഗ്രേറ്റർ ദാൻ 1/2 എന്ന് കിട്ടി. സോ ഇൻ ജനറലി നമുക്ക് എന്ത് പറയാം? ഇൻ ജനറൽ ദ സം ഓഫ് 2⁻k-1 terms, the sum of 2⁻k-1 terms ending with ആ ടേം ഏത് എലമെൻറ്റുമായിട്ട് എൻഡ് ചെയ്യുക? എൻഡിങ് വിത്ത് 1/2k. കാരണം ഇവിടെ 2�3 ടേംസ് എടുത്തപ്പോൾ നമുക്ക് 1/2⁴ ടേംസിലാണ് എൻഡ് ചെയ്തത്. സോ 2⁻k-1 ടേംസ് എടുക്കുമ്പോൾ നമുക്ക് 1/2⁵ അത് എൻഡ് ചെയ്യുക. സോ ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് ഏതൊക്കെ എലമെൻറ്റാണ് ഇവിടെ വരിക? 1/2⁻k-1 പ്ലസ് 1 ആണ് വരിക. അതായത് ഇവിടെ 2³ വന്നപ്പോൾ 1/2³ പ്ലസ് 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്ത്. സോ 1/2⁻k-1 പ്ലസ് 1 പ്ലസ് 1/2⁻k-1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എവിടെ വരെ വരും? 1/2k. ഇതിനെ നമുക്ക് ഏതുമായിട്ട് കമ്പയർ ചെയ്യാം? 1/2k ആയിട്ട് ഇതിൽ ഓരോ എലമെൻറ്റിനെയും കമ്പയർ ചെയ്യാം. സോ 1/2k പ്ലസ് 1/2k പ്ലസ് എക്സെട്ര പ്ലസ് 1/2k. എത്ര ടൈംസ്? എത്ര ടൈംസ് ഉണ്ടാവും? 2⁻k-1 ടൈംസ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2⁻k-1 ഡിവൈഡഡ് ബൈ 2⁻k, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/2. സോ ഈ സമ്മ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/2 ആണെന്ന് കിട്ടി. സോ ഹെൻസ് ഇഫ് n ഈസ് ഈക്വൽ ടു 2⁻k, എൻ്റെ വാല്യൂ 2⁻k ആണെങ്കിൽ നമ്മുടെ nth പാർഷ്യൽ സം Sn എന്തായിരിക്കും? ദ പാർഷ്യൽ സം Sn ഈസ്
Sn is equal to പാർഷ്യൽ സം എന്താണ് 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/4 പ്ലസ് 1/5 പ്ലസ് 1/6 പ്ലസ് 1/7 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര ഇങ്ങനെ എവിടം വരെ പോകും? 1/n വരെ പോകും. n എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 2k ആണ്. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് എക്സെട്ര 1/2k - 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് 1/2k. 2k ആണല്ലോ n. സോ ഈ 4 എലമെൻസിനെ നമ്മൾ ഒരു ഗ്രൂപ്പാക്കി എഴുതി, ഈ 2 എലമെൻസിനെ ഒരു ഗ്രൂപ്പാക്കി എഴുതി. സോ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് 1/2. ഈ 1/2നെ നമ്മൾ അതുപോലെ തന്നെ എഴുതി 1/2. സോ ഈ ടേംസ് എന്താണ്? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/2 ആണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ഗ്രേറ്റർ ദാൻ വന്നത്. സോ ഈ ടേമിനെ നമ്മൾ 1/2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. 1/2 പ്ലസ് ഈ ടേംസും ഗ്രേറ്റർ ദാൻ 1/2 ആണ്. സോ അതിനെ നമ്മൾ 1/2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. പ്ലസ് എക്സെട്ര പ്ലസ് ഈ ടേമും ഗ്രേറ്റർ ദാൻ 1/2 ആണ്. സോ 1/2. ഇങ്ങനെ എത്ര ഉണ്ടാകും? k ടൈംസ് 1/2 ഉണ്ടാകും. k ടൈംസ് 1/2 എന്ന് പറയുന്നത് k ടൈംസ് ഉണ്ടാകും. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് k/2. സോ Snൻ്റെ വാല്യൂ 1 പ്ലസ് k/2 എന്ന് കിട്ടി. സോ ഇതിൻ്റെ പാർഷ്യൽ സം എന്താണ്? Sn ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് k/2 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇഫ് n ഈസ് ഈക്വൽ ടു 2k. എന്നിൻ്റെ വാല്യൂ 2k ആകുമ്പോൾ Snൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 പ്ലസ് k/2 ആണ്. സോ വിച്ച് ഈസ് ആർബിട്രറി ലാർജ് ആസ് n ബിക്കം ലാർജ്. എന്നിൻ്റെ വാല്യൂ ലാർജ് ആകുമ്പോൾ ഈ Snൻ്റെ വാല്യൂ എന്തായിരിക്കും? ലാർജ് വാല്യൂസ് ആയിരിക്കും കിട്ടുക. അതായത് n എന്ന് പറഞ്ഞാൽ 2k. എന്നിൻ്റെ വാല്യൂ ലാർജ് എന്ന് പറയുമ്പോൾ 2kയുടെ വാല്യൂ ലാർജ്. ദാറ്റ് മീൻസ് kയുടെ വാല്യൂ ലാർജ് ആകും. സോ അങ്ങനെ ആകുമ്പോൾ Snൻ്റെ വാല്യൂ എന്തായിരിക്കും? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് k/2 ആണ്. സോ ഇതും വലിയ വാല്യൂ ആയിരിക്കും. സോ ഇത് വലിയ വാല്യൂ ആണെങ്കിൽ ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ത് ചെയ്യില്ല? കൺവേർജ് ചെയ്യില്ല. ഇത് ഡൈവേർജ് ചെയ്യും. സോ Sn എന്ന് പറഞ്ഞ സീക്വൻസ് ഡൈവേർജ് ചെയ്യുമെങ്കിൽ നമ്മുടെ ഗിവൺ സീരീസും എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മുടെ ഹാർമോണിക് സീരീസ് ഡൈവേർജ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? Sn ഈസ് ആർബിട്രറിലി ലാർജ് ആസ് n becomes large. എൻ്റെ വാല്യൂ ലാർജ് ആകുമ്പോൾ Snൻ്റെ വാല്യൂയും വലുതാണ്. ഹെൻസ് the sequence of partial sums of harmonic series does not converge. ഇതെന്ത് ചെയ്യില്ല? കൺവേർജ് ചെയ്യില്ല. does not converge. So the harmonic series is diverged. So the harmonic series diverges. Okay. സോ സീക്വൻസ് 1/n എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർജ് ചെയ്യുന്നുണ്ട്. അത് 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നു. പക്ഷേ സീരീസ് 1/n എന്ത് ചെയ്യുന്നില്ല? കൺവേർജ് ചെയ്യുന്നില്ല. ഇത് ഡൈവേർജ് ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ടും ഓർത്തിരിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.